എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ആദ്യം പേരൂർക്കട വിഷയത്തിൽ ഇന്ന് സംഭവിച്ചത് എന്ത് എന്നതിലേക്ക് തലക്കെട്ട്. പേരൂർക്കടയിൽ അമ്മയറിയാതെ കുഞ്ഞിനെ ദത്ത് നൽകിയതിൽ നടപടികളുമായി സർക്കാർ. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനെ വിളിച്ചു വരുത്തി. നിയമപരമായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയെങ്കിലും ഈ കാര്യങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളോട് മറ്റൊന്നും പ്രതികരിക്കാനില്ല. ഷിജു ഖാനെ CWC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയേക്കും. അനുപമയുടെ അച്ഛനെതിരെ പാർട്ടി നടപടിയുണ്ടാകും. അനുപമയുടെ മാതാപിതാക്കളടക്കം 6 പേർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നിയമപരമായാണ് കുഞ്ഞിനെ ദത്ത് നൽകിയത് എന്നതാണ് ഷിജു ഖാൻ ഇന്ന് നൽകിയ വിശദീകരണം. അനുപമയുടെ അച്ഛൻ PK ജയചന്ദ്രനും ഒപ്പം തന്നെ ഷിജു ഖാനുമെതിരെ CPIM നടപടിയുണ്ടാകുമെന്ന സൂചന, അതും ഇന്ന് പുറത്തുവന്നു. ഇന്നും പ്രതിപക്ഷം ഈ വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. ഇന്നെന്തൊക്കെയാണ് ഈ വിഷയത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ? അല്ലമീൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. അല്ലമീൻ, വിഷയത്തിൽ സർക്കാരിന്റെ ഇടപെടൽ കൂടുതൽ സജീവമായ ഒരു ദിനമായിരുന്നു ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികൾ എന്തൊക്കെയാണ്? ഒപ്പം നാളെ നിയമസഭ വീണ്ടും ആരംഭിക്കുമ്പോൾ ഈ വിഷയം പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുമില്ലേ? അനുജ, പേരൂർക്കടയിൽ അമ്മയറിയാതെ കുഞ്ഞിനെ ദത്തു നൽകിയ സംഭവത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ കൂടുതൽ സജീവമാകുന്നതിൻ്റെ, കാര്യക്ഷമമാകുന്നതിൻ്റെ പ്രകടമായ ദൃശ്യങ്ങളായിരുന്നു, ഉദാഹരണങ്ങളായിരുന്നു ഇന്നുണ്ടായത്. ആ തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ വിഷയത്തിൽ ഇന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ്. ഇതിൽ ഏറ്റവും പ്രധാനം ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനെ വനിതാ ശിശുക്ഷേമ വികസന ഡയറക്ടർ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഇന്നുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നീക്കം. കരമനയിലെ വനിതാ ശിശുക്ഷേമ ഡയറക്ടറുടെ ആസ്ഥാനത്ത് നേരിട്ടെത്തിയ ഷിജു ഖാൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകി. നിയമപരമായി നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് കുഞ്ഞിനെ ദത്തു നൽകിയത് എന്നുള്ളതാണ് ഷിജു ഖാന്റെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നീക്കങ്ങളും ഡയറക്ടറെ ബോധിപ്പിച്ചതായും അല്ലെങ്കിൽ ഡയറക്ടർക്ക് മുന്നിൽ വിശദീകരിച്ചതായും ഷിജു ഖാൻ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ സംഭവങ്ങളുടെ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ ഉയർന്നതിനു ശേഷം ആദ്യമായിട്ടാണ് ഷിജു ഖാൻ പ്രതികരിച്ചത്. നിയമപരമായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയെങ്കിലും ഈ കാര്യങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങളോട് മറ്റൊന്നും പ്രതികരിക്കാനില്ല. ഒപ്പം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ മറ്റൊരു നീക്കം വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ളതായിരുന്നു. വിഷയത്തിൽ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വനിതാ കമ്മീഷൻ. പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധ്യക്ഷ P സതീദേവി 24-നോട് പ്രതികരിച്ചു. പോലീസ് മേധാവിക്ക് ഉടൻ തന്നെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരെ കേൾക്കുന്നതിന് വേണ്ടി നവംബർ മാസം 5-ാം തീയതി ഹിയറിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പരിശോധിച്ച് തുടർ നടപടികൾ ഉണ്ടാകും. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഷ്യത്തെയും വിശദീകരണത്തെയും ശിശുക്ഷേമ സമിതിയുടെയും പോലീസിന്റെയും ഒക്കെ വിശദീകരണത്തെ ചോദ്യം ചെയ്ത അനുപമ ഇന്നും രംഗത്തെത്തി. ഏപ്രിൽ 19-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ കാര്യം സംബന്ധിച്ച് പരാതി കൊടുക്കുന്നത്. അപ്പോൾ അതിനവർ ഒരു തവണ വിളിച്ച് മൊഴിയെടുക്കുക എന്നല്ലാണ്ട് വീണ്ടും പ്രോഗ്രസ് ഒന്നും ഉണ്ടായില്ല. DGP സാറിനൊക്കെ പരാതി കൊടുത്തു. ലോക്നാഥ് ബെഹ്റ സാർ ഞങ്ങളോട് അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പുള്ളിക്കാരനെതിരെ കേസ് എടുത്ത് മൂവ് ചെയ്യാനാണ് പറഞ്ഞത്. സർക്കാർ നിലപാടുകളെ കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കുന്ന നിലപാടാണ് ഇന്നും പ്രതിപക്ഷം കൈക്കൊണ്ടത്. സർക്കാർ ഈ വിഷയത്തിൽ അധപതിച്ചു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിഞ്ഞിട്ടില്ലേ? മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? വനിതാ ശിശുക്ഷേമ മന്ത്രി അറിഞ്ഞില്ലേ? സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലേ? DGP അറിഞ്ഞില്ലേ? എവിടെ പോയി കുഞ്ഞ്? ആ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ അധപ്പതിച്ചു പോയി സർക്കാർ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നാളെ മുതൽ നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം സഭയ്ക്കകത്ത് സജീവമായി ഉന്നയിക്കാനുള്ള ആലോചനയിലും നീക്കത്തിലുമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് അല്ലമീൻ. എന്തായാലും ഈ വിഷയം നാളെ നിയമസഭയിലും പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് അല്ലമീൻ നൽകിയത്. ഇനി നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ജമ്മു കശ്മീരിൽ ദ്രാസിൽ മഞ്ഞുവീഴ്ചയിൽ മലയാളികൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തുവരുന്നു. ഒപ്പം സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ തന്നെ എത്തും, കാലവർഷം പിൻവാങ്ങുകയും ചെയ്തും ഇപ്പോൾ തന്നെ ചിലയിടങ്ങളിൽ മഴ കനക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകളിലേക്കാണ് ഇനി പോകുന്നത്. ആദ്യം തലക്കെട്ട്. ജമ്മുകശ്മീരിലെ മഞ്ഞുവീഴ്ചയിൽ മലയാളികൾ കുടുങ്ങിയെന്ന റിപ്പോർട്ട്. ദ്രാസ് മേഖലയിൽ മാത്രം കുടുങ്ങിയത് 5000-ഓളം പേർ. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ കനത്ത മഴയും മലവെള്ളപ്പാച്ചിലും.
ബംഗാൾ ഉൾക്കടലിലും തെക്കേ ഇന്ത്യയിലും വടക്ക് കിഴക്കൻ കാറ്റ് സജീവമാകുന്നു എന്നതാണ് വിവരം. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 48 മണിക്കൂറിനുള്ളിൽ കാലവർഷം രാജ്യത്ത് നിന്ന് തന്നെ പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യും. തുലാവർഷത്തിന് മുന്നോടിയായി ബംഗാൾ ഉൾക്കടലിലും തെക്കേ ഇന്ത്യയിലും വടക്കു കിഴക്കൻ കാറ്റിന്റെ വരവ് സജീവമാകുന്നു. സംസ്ഥാനത്ത് വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഏതൊക്കെ ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് എന്നത് പരിശോധിക്കാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുകയും ചെയ്തു. കേരള, കർണാടക തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. ഇനി ചില ജില്ലകളിൽ ഇതിനോടകം തന്നെ കനത്ത മഴ പെയ്യുന്നുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കനത്ത മഴ. മലപ്പുറം ജില്ലയിലെ കൽക്കുണ്ട്, ആർത്തലക്കുന്ന് പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തു. മലവെള്ളപ്പാച്ചിലിൽ ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി. അട്ടപ്പാടിയിൽ കനത്ത മഴയെ തുടർന്ന് ചുരത്തിൽ പലയിടത്തും മലവെള്ളപ്പാച്ചിലുണ്ടായി. കണ്ണൂർ ആറളം വഞ്ചിയം വനമേഖലയിൽ മലവെള്ളപ്പാച്ചിലിൽ വഞ്ചിയം പയ്യാവൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. റിപ്പോർട്ട് കാണാം. പാലക്കാട് ജില്ലയിൽ സൈലന്റ് വാലി വനമേഖലയിലാണ് കനത്ത മഴ. അട്ടപ്പാടി ചുരം റോഡിൽ 7ാം വളവിൽ മലവെള്ളപ്പാച്ചിലിൽ ഒരു സ്കൂട്ടർ ഒലിച്ചുപോയി. യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നിലെ വാഹനത്തിലുണ്ടായിരുന്നവരാണ് ചന്ദ്രനെ രക്ഷിച്ച ആനമൂളി ചെക്ക് പോസ്റ്റിലെത്തിച്ചത്. മുക്കാലി, മന്തംപൊട്ടി, ചപ്പാത്ത് കരകവിഞ്ഞൊഴുകിയതിനാൽ ചുരം റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ ആനമൂളി ചെക്ക് പോസ്റ്റിലും മുക്കാലി ചെക്ക് പോസ്റ്റിലും തടഞ്ഞു. മീൻവല്ലം പ്രദേശത്തെ വനത്തിനുള്ളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് തുപ്പനാട് പുഴ കവിഞ്ഞൊഴുകുകയാണ്. മലപ്പുറത്ത് കരുവാരക്കുണ്ട്, കൽക്കുണ്ട്, ആർത്തലക്കുന്ന് പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത്. മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ഒലിപ്പുഴ കരകവിഞ്ഞൊഴുകി. കേരള എസ്റ്റേറ്റ് അതിർത്തിയിൽ മണ്ണ് പുഴയിലേക്ക് ഇടിഞ്ഞു. ഉച്ച മുതൽ പ്രദേശത്ത് ശക്തമായ മഴയുണ്ട്. കണ്ണൂർ ആറളം വഞ്ചിയം വനമേഖലയിൽ നിന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായി. വഞ്ചിയം പയ്യാവൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വൈകുന്നേരം 5 മണിയോടെയാണ് ആ പുഴയിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയർന്നത്. പുഴയോരത്തുള്ള ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. അപകടങ്ങളോ ആളപായങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പിൽ വർധനയുണ്ടാകുന്നുണ്ട്. എന്നാൽ നിലവിൽ ആശങ്കയുടെ സാഹചര്യമില്ല എന്ന് തന്നെയാണ് നമ്മളോട് ഭരണകൂടം പറയുന്നത്. അതിനിടെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയം നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിലെ നിലവിലെ ജലനിരപ്പ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്യും. 2 പൊതുതാത്പര്യ ഹർജികളാണ് ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കുന്നത്. അണക്കെട്ടിന്റെ ബലപ്പെടുത്തൽ നടപടികളിൽ തമിഴ്നാട് വീഴ്ച വരുത്തി എന്നും കരാർ ലംഘനമുണ്ടായതായി കണക്കാക്കി പാട്ടക്കരാർ റദ്ദാക്കണം എന്നുമാണ് സുരക്ഷാ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹർജി. ഇതാണ് ഒരു ഹർജി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്താൻ രൂപീകരിച്ച മേൽനോട്ട സമിതി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നാരോപിച്ചാണ് രണ്ടാമത്തെ ഹർജി. ഈ 2 ഹർജികളാണ് പരിഗണിക്കുന്നത്. 2ാം ഹർജി നൽകിയത് എറണാകുളം സ്വദേശികളായ ഡോക്ടർ ജോ ജോസഫ്, ഷീല കൃഷ്ണൻകുട്ടി, ജെസ്സിമോൾ ജോസ് എന്നിവരാണ്. സുപ്രീം കോടതി നിജപ്പെടുത്തിയിരിക്കുന്ന ജലനിരപ്പ് 142 അടിയാണ് എന്നത് നമുക്കറിയാം. നിലവിലെ മുല്ലപ്പെരിയാറിലെ സാഹചര്യം എന്ത് എന്നത് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പുതിയ സാഹചര്യം: ഡാമിലെ ജലനിരപ്പ് ഇപ്പോൾ അല്പം ഉയർന്നിട്ടുണ്ട്. 136.95 അടിയാണ് നിലവിലെ ഡാമിലെ ജലനിരപ്പ്. ഒരല്പസമയം മുൻപ് 136.9 ആയിരുന്നു. ഇപ്പോൾ അത് 95 ആയി. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും കൂടിയിട്ടുണ്ട്. അതാണ് ഇത്ര വളരെ പെട്ടെന്നൊരു വർധനയുണ്ടാകുന്നത്. സെക്കൻഡിൽ 5700 ക്യൂമിക്സ് വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുമ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത് 2200 ക്യൂമിക്സ് വെള്ളമാണ്. പകൽ നീരൊഴുക്ക് കുറഞ്ഞിരുന്നു. പക്ഷേ വൈകിട്ടോടെ കാടിനുള്ളിൽ പെയ്ത മഴ അതാണ് ഇത്ര നിരക്ക് കൂടുതൽ കൂടാൻ ഇടയാക്കിയ സാഹചര്യമെന്നതാണ്. അതേസമയം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കൂടുതൽ ജലം തമിഴ്നാട് കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അത് ദയവ് ചെയ്ത് പ്രേക്ഷകർ ഓർമ്മിക്കുക. നിലവിൽ ആശങ്കയുടെ സാഹചര്യമില്ല എന്നത് നമ്മുടെ ഭരണകൂടം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പീരുമേട് താലൂക്കിൽ 2 കൺട്രോൾ റൂമുകൾ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ഇവർക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ മുന്നൊരുക്കങ്ങളും ഒരു സാഹചര്യം വന്നാൽ, തുറക്കേണ്ടുന്ന സാഹചര്യം വന്നാൽ എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. ജമ്മു കശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ച. ഇതേ തുടർന്ന് മലയാളികളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ്. അനന്ത്നാഗിൽ 2 പേർ മരിച്ചു. അതേസമയം ഉത്തരാഖണ്ഡിൽ മഴ വീണ്ടും ശക്തമായി.
ജമ്മു കാശ്മീരിലെ ദ്രാസിൽ മഞ്ഞുവീഴ്ച ശക്തമായതോടെ മലയാളികളടക്കമുള്ള സംഘം കുടുങ്ങിക്കിടക്കുകയാണ്. കോഴിക്കോട് സ്വദേശിയായ മനു റഹ്മാൻ അടക്കമുള്ള മലയാളികൾ പ്രദേശത്തെത്തിയിട്ട് 2 ദിവസമായി. ശ്രീനഗർ കാർഗിൽ ദേശീയപാതയോരത്ത് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിൽ ഒറ്റമുറിയിൽ അഭയം തേടിയിരിക്കുകയാണിവർ. വൈദ്യുതിയും മൊബൈൽ നെറ്റ്വർക്കും നഷ്ടമായതോടെ ഇവർക്ക് പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ദ്രാസ് മേഖലയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5000-ഓളം പേരാണ് പ്രാഥമിക കൃത്യങ്ങൾക്കുള്ള സൗകര്യം പോലുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ അനന്തനാഗിലുണ്ടായ കനത്ത മഞ്ഞുവീഴ്ചയിൽ ഇന്ന് 2 പേർ മരണമടഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ ദുരന്ത നിവാരണ സേന സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു. ജമ്മു കാശ്മീരിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ കനത്ത മഴയും ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയും ശക്തമാണ്. അതേസമയം ഉത്തരാഖണ്ഡിൽ മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം വീണ്ടും മഴ ശക്തമായി. കനത്ത മലയിടിച്ചിലുണ്ടായ ബനിയാനാല മേഖലയിൽ നിന്ന് 120ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഉത്തരകാശിയിൽ കാണാതായ 2 പർവ്വതാരോഹകർക്കായുള്ള തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥ കാരണം നിർത്തിവെച്ചു. വടക്കൻ പശ്ചിമ ബംഗാൾ മേഖലയായ ഡാർജിലിംഗിലും കനത്ത മഴ തുടരുകയാണ്. 24 ഡൽഹി. ലഹരിപ്പാട്ട് കേസിൽ ഇന്ന് വലിയ ഒരു വഴിത്തിരിവുണ്ടായി. ഇതിൽ ഷാറൂഖ് ഖാനിൽ നിന്ന് കോടികൾ വാങ്ങി ഒത്തുതീർപ്പിന് സമീർ വാങ്കഡെ ശ്രമിച്ചു എന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ അത് 24 പുറത്തു കൊണ്ടുവന്ന ദിവസമാണിത്. ആ വാർത്തയിലേക്ക് നമ്മൾ പോകും. ആദ്യം തലക്കെട്ട്. ആര്യൻ ഖാൻ പ്രതിയായ ലഹരിപ്പാട്ട് കേസിൽ ഷാറൂഖ് ഖാനിൽ നിന്ന് കോടികൾ വാങ്ങി ഒത്തുതീർപ്പ് നടന്നതായി സാക്ഷി പ്രഭാകർ സെയിൽ. NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കഡെ 8 കോടി നൽകാനും ഇടപാട്. പ്രഭാകർ സെയിലിന്റെ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് 24-ന് റെയ്ഡ് നടന്ന ദിവസം ആര്യനെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്ന വീഡിയോയും പുറത്ത്. സമീർ വാങ്കഡയിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് കാണിക്കുന്ന സത്യവാങ്മൂലത്തിന്റെ പകർപ്പാണ് ഇന്ന് 24-ന് ലഭിച്ചത്. അതേസമയം ആരോപണങ്ങളെ തള്ളിയ NCB സമീർ വാങ്കഡയ്ക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഗുഡ് ഈവനിംഗ്. വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു ലഹരിപ്പാട്ട് കേസിൽ. ദിനം പ്രതി എന്നോണം വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണോ ഈ കേസിൽ? ഒപ്പം സമീർ വാങ്കഡെ പ്രതിരോധത്തിലാകുമ്പോൾ NCBയുടെ നിലപാട് എന്താണ്? ഗുഡ് ഈവനിംഗ് അനുജ. ഷെർലക് ഹോംസ് നോവലുകൾ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ് ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസ് എന്നാണ് റെയ്ഡിന് തൊട്ടടുത്ത ദിവസം NCB കോടതിയെ അറിയിച്ചത്. സമാനമായി തന്നെ അന്വേഷണം ഓരോ ഘട്ടം പിന്നിടുമ്പോഴും അപ്രതീക്ഷിത വഴിത്തിരിവുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NCBയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള സത്യവാങ്മൂലമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. NCB പുറത്തുവിട്ട 9 അംഗ സാക്ഷി പട്ടികയിലെ ആദ്യ പേരുകാരനായ പ്രഭാകർ സെയിൽ എന്നയാളുടെ സത്യവാങ്മൂലത്തിലാണ് NCBക്കും സോണൽ മേധാവിയായ സമീർ വാങ്കഡയ്ക്കും എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളത്. ഈ അറസ്റ്റ് നടന്നതിന് പിന്നാലെ പണം വാങ്ങി കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നു എന്നാണ് സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നത്. ഒക്ടോബർ 2-ന് നടന്ന മുഴുവൻ കാര്യങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നതാണ് ഈ സത്യവാങ്മൂലം. സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ആഡംബര കപ്പലിൽ നിന്നും 13 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. അറസ്റ്റിന് പിന്നാലെ തന്നെ ഈ കേസ് ഒതുക്കി തീർക്കുന്നതിനായി 25 കോടി രൂപ NCB ആവശ്യപ്പെട്ടു. വിലപേശലിനൊടുവിൽ 18 കോടി രൂപ നൽകാൻ ധാരണയായി. ഇതിൽ 8 കോടി സോണൽ മേധാവിയായ സമീർ വാങ്കഡയ്ക്ക് മാത്രമാണ് നൽകേണ്ടത് എന്ന് കേസിലെ തന്നെ മറ്റൊരു സാക്ഷിയായ KP ഗോസാവി ഫോണിൽ പറയുന്നത് താൻ കേട്ടു എന്നാണ് ഗോസാവിയുടെ അംഗരക്ഷകൻ കൂടിയായ പ്രഭാകർ സെയിലിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ഷാരൂഖ് ഖാന്റെ മാനേജറുമായി ഗോസാവി 15 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തിയെന്നും സത്യവാങ്മൂലത്തിൽ ഉണ്ട്. ഇതിന് പിന്നാലെ താൻ ഒരാളിൽ നിന്നും 50 ലക്ഷം രൂപ ശേഖരിക്കുകയും ഇതിൽ 38 ലക്ഷം രൂപ സാം ഡിസൂസ എന്ന മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്തു എന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. എന്തായാലും പൂനെ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസിന് പിന്നാലെ ഗോസാവി ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതോടെ തനിക്കെതിരെ സമീർ വാങ്കഡയിൽ നിന്നും വധഭീഷണിയുണ്ട് എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുകയാണ് സാക്ഷിയായ പ്രഭാകർ സെയിൽ. वहाँ पर गए तो समीर वानखेड़े साहब बैठे थे, उनको उन्होंने एक फ्रैंकी और बिस्लरी दिया और उनके जो साथ के सहकारी अधिकारी थे वो एक जगह पे बैठे थे, उनको मैंने बाकी का फ्रैंकीज और
ये सब दिया। फिर उन्होंने मुझे इन्फॉर्म किया गोसावी सर ने। അതേസമയം ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് NCB. ഇത്തരത്തിൽ പണം വാങ്ങി കേസ് ഒതുക്കി തീർത്തെങ്കിൽ എങ്ങനെയാണ് ആര്യനടക്കമുള്ളവർ ജയിലിൽ കിടക്കുന്നത് എന്നാണ് NCB ഉന്നയിക്കുന്ന മറുവാദം. ഉചിതമായ സമയത്ത് താൻ കൃത്യമായ മറുപടി നൽകുമെന്നും സമീർ വാങ്കഡെ വ്യക്തമാക്കിയിരിക്കുന്നു. അതേസമയം സത്യവാങ്മൂലം പുറത്തു വന്ന പശ്ചാത്തലത്തിൽ NCB DG ആയ SN പ്രധാന കത്തയച്ചിരിക്കുന്നു. ഇതിൽ പ്രതിപാദിക്കുന്ന അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് ഉചിതമായ നടപടി വേണം എന്നാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സമീർ വാങ്കഡയ്ക്കെതിരെ വകുപ്പ് തലത്തിലുള്ള അന്വേഷണമോ CBI അന്വേഷണമോ ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അനുജ, ഗുഡ് നൈറ്റ് ബൽറാം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഈ അടുത്ത വാർത്തയിലേക്ക് 100 കോടി വാക്സിനേഷൻ, അതിന് രാജ്യത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം മൻ കി ബാത്തിൽ. ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് പോകുന്നു. ആദ്യം തലക്കെട്ട്. കോവിഡ് വാക്സിനേഷൻ 100 കോടി പിന്നിട്ടത് രാജ്യത്തിന്റെ ഇച്ഛാശക്തിയുടെ തെളിവെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ പ്രവർത്തകർക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. हमारे हेल्थ केयर वर्कर्स देशवासियों के टीकाकरण में कोई कोर कसर नहीं छोड़ेंगे. अपने दृढ़ निश्चय से मानवता की सेवा का एक नया मानदंड स्थापित किया. ഒക്ടോബർ 31 ഏക്താ ദിനമായി ആചരിക്കും. ജമ്മുകശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. പൂഞ്ചിൽ 2 സൈനികർക്ക് പരുക്ക്. ബാരാപോറയിൽ ഒരു പ്രദേശവാസി കൊല്ലപ്പെട്ടു. ജമ്മുകശ്മീരിന്റെ ദുരവസ്ഥയ്ക്ക് കാരണം 3 കുടുംബങ്ങളെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. വാക്സിനേഷൻ ദൗത്യത്തിന്റെ വിജയം ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ കാര്യപ്രാപ്തി അടയാളപ്പെടുത്തുന്നതാണ് എന്നതാണ് മൻ കി ബാത്തിൽ ഇന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. 100 കോടി ഡോസ് വാക്സിൻ എന്ന മുഹൂർത്തത്തിന് ശേഷം രാജ്യം പുതു ഊർജ്ജത്തിൽ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ ഒക്ടോബർ 31 ദേശീയ ഏക്താ ദിവസമായി ആചരിക്കും. സർദാർ പട്ടേലിൽ നിന്ന് രാജ്യസ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രചോദനം ഉൾക്കൊള്ളണമെന്നും നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. മൻ കി ബാത്തിന്റെ 82ാം എഡിഷനിലാണ് 100 കോടി വാക്സിൻ ഡോസ് എന്ന ചരിത്ര മുഹൂർത്തത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പരാമർശിച്ചത്. രാജ്യത്തിന് കോടി കോടി നമസ്കാരം. 100 കോടി എന്നത് വെറും സംഖ്യയല്ല, അത് ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ ശേഷി അടയാളപ്പെടുത്തുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിച്ച നരേന്ദ്രമോദി ആരോഗ്യ പ്രവർത്തകർ അവരുടെ കഠിന പ്രയത്നത്തിലൂടെ പുതിയ ഉദാഹരണം സൃഷ്ടിച്ചുവെന്നും വ്യക്തമാക്കി. मैं जानता था कि हमारे हेल्थ केयर वर्कर्स देशवासियों के टीकाकरण में कोई कोर कसर नहीं छोड़ेंगे. हमारे स्वास्थ्य कर्मियों ने अपने अथक परिश्रम और संकल्प से एक नई मिसाल पेश की. उन्होंने इनोवेशन के साथ अपने दृढ़ निश्चय से मानवता की सेवा का एक नया मानदंड स्थापित किया. ഒക്ടോബർ 31 സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ ജന്മവാർഷികമാണ്. ഉരുക്കു മനുഷ്യന് മുന്നിൽ ശിരസ് നമിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യം വിളംബരം ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമെന്നും ചൂണ്ടിക്കാട്ടി. സായുധ സേനയ്ക്കായി മാത്രം നിജപ്പെടുത്തിയിരുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യ ഇപ്പോൾ കൃഷി, വാക്സിൻ വിതരണം എന്നിവയ്ക്കായി കൂടി ഉപയോഗിക്കുന്നു. ഇന്നത്തെ UN ദിനാചരണത്തെയും പ്രധാനമന്ത്രി പരാമർശിച്ചു. 1950 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യങ്ങളിൽ ഇന്ത്യ ഭാഗമാണെന്നത് അഭിമാനമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. ജമ്മുകശ്മീരിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സന്ദർശനം തുടരുകയാണ്. കശ്മീരിൽ ഭീകരവാദത്തിന് ഇനി സ്ഥാനമില്ല എന്നാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. ഒപ്പം 3 കുടുംബങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങളാണ് ജമ്മുകശ്മീരിലെ ദുരവസ്ഥയ്ക്ക് കാരണമായത് എന്നുകൂടി അമിത് ഷാ കുറ്റപ്പെടുത്തി. വ്യത്യസ്ത സംഭവങ്ങളിൽ ജമ്മുകശ്മീരിൽ തദ്ദേശീയനായ ഒരാൾ കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റിപ്പോർട്ടിലേക്ക്. ജമ്മുവിൽ BJP സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മു കാശ്മീരിന് ഇതുവരെ നേരിടേണ്ടി വന്ന എല്ലാ ദുരിതങ്ങൾക്കും പിന്നാക്കാവസ്ഥയ്ക്കും കാരണം 3 കുടുംബങ്ങളുടെ ദുരാഗ്രഹമാണ്. നെഹ്റു, മെഹബൂബ, ഫറൂഖ് അബ്ദുള്ള കുടുംബങ്ങളെ ഉദ്ദേശിച്ചായിരുന്നു അമിത്ഷായുടെ വിമർശനം. ഭീകരവാദത്തിന് ഇനി ജമ്മു കാശ്മീരിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. मित्रों, जम्मू कश्मीर के अंदर लोकतंत्र को प्रस्तावित करने का काम नरेंद्र मोदी जी ने किया है और ये लोकतंत्र प्रस्तावित होते ही जम्मू कश्मीर में फिर से एक बार सामान्य स्थिति पैदा होगी.
जम्मू कश्मीर की शांति में खलल लगाने वालों को हम कभी सफल नहीं होने देंगे. അതേസമയം ഇന്ന് ഷോപ്പിയാനിലെ ബാരാപോറയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ തദ്ദേശീയനായ ഒരാൾ കൊല്ലപ്പെട്ടു. CRPF സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഭീകരവാദികൾ നിറയൊഴിച്ചത്. സംഭവ സ്ഥലത്ത് മേഖലയിൽ ഉണ്ടായിരുന്ന ആൾക്കാണ് വെടിയേറ്റത്. കഴിഞ്ഞ ഒന്നരയാഴ്ചയായി ഭീകരർക്കായി തിരച്ചിൽ നടക്കുന്ന ബട്ടാദുനിയ വനമേഖലയിലും സംയുക്ത സേനയ്ക്ക് നേരെ ഭീകരാക്രമണമുണ്ടായി. പിടികൂടപ്പെട്ട ഭീകരനുമായി തിരച്ചിലിനെത്തിയ സുരക്ഷാ സംഘത്തിന് നേരെയാണ് ഭീകരർ നിറയൊഴിച്ചത്. 2 സേനാംഗങ്ങൾക്കും ഭീകരനും സംഭവത്തിൽ പരിക്കേറ്റു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മോൺസൺ മാവുങ്കൽ വിഷയത്തിൽ ഇന്ന് ഗുരുതരമായൊരു വെളിപ്പെടുത്തലുണ്ടായി. ഒപ്പം കൂടുതൽ അറസ്റ്റുമുണ്ടായി. വാർത്തയിലേക്ക് പോകാം. ആദ്യം തലക്കെട്ട്. മോൺസൺ മാവുങ്കലിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പരാതിക്കാരൻ MT ഷമീർ. മോൺസൺ ജയിലിലിരുന്ന് പരാതികൾ ഒതുക്കുന്നുവെന്ന് ഷമീർ 24നോട്. പരാതി ഒതുക്കി തീർക്കാനുള്ള വ്യാപകമായിട്ടുള്ള ശ്രമം ജയിലിൽ നിന്നും മോൺസൺ ചെയ്യുന്നുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവാണ് ചികിത്സാ കേന്ദ്രത്തിലെത്തിയ ഒരാളുടെയും പരാതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മോൺസണിന്റെ കൈവശമുള്ള തിമിംഗല എല്ലുകളെന്ന് സംശയിക്കുന്ന അസ്ഥികൾ പിടികൂടി. പോക്സോ കേസിൽ മോൺസണിന്റെ മേക്കപ്പ് മാൻ ജോഷി അറസ്റ്റിൽ. മോൺസൺ മാവുങ്കലിനെതിരെയുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ടാണ് മോൺസണിന്റെ മേക്കപ്പ് മാൻ ജോഷി പിടിയിലായത്. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റുണ്ടായത്. അതേസമയം മോൺസൺ മാവുങ്കലിന്റെ സുഹൃത്തിന്റെ കാക്കനാട്ടെ വീട്ടിൽ നിന്ന് തിമിംഗലത്തിന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൾ വനം വകുപ്പ് കണ്ടെത്തി. പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിന്റെ മാനേജർ ജിഷ്ണുവിനെ ഇന്ന് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ജിഷ്ണുവിന്റെ മൊഴിയിൽ നിന്നാണ് മോൺസന്റെ സുഹൃത്തിന്റെ കാക്കനാടുള്ള വാടക വീട്ടിൽ നിന്നും തിമിംഗലത്തിന്റേതെന്ന് സംശയിക്കുന്ന എല്ലുകൾ കണ്ടെടുത്തത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് എല്ലുകൾ ഇവിടെ എത്തിച്ചത്. വനംവകുപ്പ് കണ്ടെടുത്ത എല്ലുകൾ വിശദമായ പരിശോധനകൾ കയക്കും. ഇത്ര വലിയ സാധനമായതുകൊണ്ട് തിമിംഗലത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കും, അസ്ഥിയോ പല്ലിന്റെയോ മറ്റു ഭാഗങ്ങളായിരിക്കാം എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കും. ഫോസിലാണെന്ന് സാർ ഉറപ്പിച്ചിട്ടുണ്ട്. ഫോസിലാണെന്ന് തോന്നുന്നു. മോൺസൺ പറഞ്ഞതുപ്രകാരം CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന പെൻഡ്രൈവ് നശിപ്പിച്ചുവെന്നും ജിഷ്ണു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം മോൺസന്റെ മേക്കപ്പ് മാനും പോക്സോ കേസ് കൂട്ടുപ്രതിയുമായ ജോഷിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിയുടെ പരാതി പ്രകാരം പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തായിരുന്നു അറസ്റ്റ്. ജോഷിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. 24 കൊച്ചി. പരാതിക്കാരനായ MT ഷമീറാണ് മോൺസൺ മാവുങ്കലിനെതിരെ ഇന്ന് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മോൺസൺ ജയിലിലിരുന്ന് പരാതികൾ ഒതുക്കുന്നുവെന്നാണ് MT ഷമീർ 24നോട് പറഞ്ഞത്. ജയിലിൽ നിന്ന് വിളിച്ച നമ്പറുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. പരാതിയും മൊഴിയും നൽകാൻ എത്തുന്നവരെ മോൺസൺ സ്വാധീനിക്കുന്നുവെന്നാണ് MT ഷമീർ പറഞ്ഞത്. ഷമീർ പറഞ്ഞതിലേക്ക്. യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളതല്ല, മറ്റൊരു പരാതിയും മുമ്പോട്ട് വരുന്നില്ല എന്നതിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജയിലിൽ നിന്നുകൊണ്ട് തനിക്കെതിരെയുള്ള മുഴുവൻ പരാതികളും ഒതുക്കി തീർക്കാനുള്ള നല്ല രീതിയിലുള്ള സ്വാധീനം മോൺസന് ലഭിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ക്രിമിനൽ വക്കീലിൻ്റെ നല്ലൊരു സഹായം മോൺസന് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് എങ്ങനെ പരാതി കൊടുക്കണം, എങ്ങനെ മൊഴി കൊടുക്കണം എന്ന് ഇവരെ എല്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. പരാതി നൽകാനെത്തുന്നവരെയും മൊഴി നൽകാനെത്തുന്നവരെയും കസ്റ്റഡിയിലിരിക്കെ മോൺസന് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഇനി ന്യൂസ് നൈറ്റ് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നു. ലോകവിശേഷങ്ങളിലേക്ക്. ലോകവിശേഷങ്ങളുമായി PP ജെയിംസ് ന്യൂസ് നൈറ്റിൽ. PP ജെയിംസ്, ഗുഡ് ഈവനിംഗ്. വീണ്ടും ജലാലാബാദിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നു. IS ഖൊറസാൻ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലുമെന്നത് വ്യക്തമായിട്ടുണ്ടോ? സുരക്ഷാ സൈനികരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിർത്തിയിലെ റഷ്യയുടെയും താജിക്കിസ്ഥാന്റെയും സൈനികാഭ്യാസത്തിന്റെ വാർത്തകളും ഇന്നുണ്ടല്ലോ. ഗുഡ് ഈവനിംഗ് അനുജ. വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ഗുണകരമല്ല. ജലാലാബാദിൽ IS ഭീകരരാണെന്ന് പറയുന്ന അവർ നടത്തിയ ആക്രമണത്തിൽ താലിബാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും താലിബാൻ ഇന്നലെയാണ് വലിയ രീതിയിൽ IS ഖൊറസാനെതിരെ ഒരു വേട്ട ആരംഭിച്ചത്. അവരുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ തൊട്ടുപിറകെയാണ് ജലാലാബാദിൽ ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. IS ഖൊറസാൻ താലിബാനെതിരെ ആദ്യത്തെ ആക്രമണം അഴിച്ചുവിട്ടതും ജലാലാബാദിലായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ താലിബാൻ യോദ്ധാക്കൾ സഞ്ചരിച്ചിരുന്ന ട്രക്കിന് നേരെ മൈൻ പൊട്ടിത്തെറിച്ച് അന്ന് 12 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് പിറകിലും ISI ഖൊറസാനായിരുന്നു. അതിനുശേഷമാണ് 3 പള്ളികളിൽ 2 ഷിയ പള്ളികൾ കുണ്ടൂസിലും കാണ്ടഹാറിലും ചാവേറാക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു.
അതുപോലെ തന്നെ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. അതുപോലെ കാബൂളിലെ ഈദ്ഗാഹ് പള്ളിയിലാണ് ആദ്യമായി പള്ളി ആക്രമണം IS തുടങ്ങി വെച്ചത്. എന്തായാലും ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടുത്തെ ഭീകരവാദി സംഘടന നടന്നുകൊണ്ടിരിക്കെ തന്നെ തജിക്കിസ്ഥാൻ അതിർത്തിയിൽ വലിയ തോതിൽ റഷ്യയുടെ നേതൃത്വത്തിൽ സൈനിക നീക്കം നടത്തുകയാണ്. ISI ഒരുപക്ഷെ ISന്റെ നേതൃത്വത്തിൽ ആക്രമണം തജിക്കിസ്ഥാനിലേക്ക്, അയൽരാജ്യമായ തജിക്കിസ്ഥാനിലേക്ക് നീളുമെന്നുള്ള ആശങ്കയുണ്ട്. ഇതേ തുടർന്ന് തജിക്കിസ്ഥാനും റഷ്യയും ചേർന്ന് 5000-ലേറെ സൈനികരെയും കവചിത വാഹനങ്ങളും അണിനിരത്തിയാണ് അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താലിബാനെ സംബന്ധിച്ചിടത്തോളം താലിബാന് ലോകരാജ്യങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. അതിനായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ കാബൂളിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ഖത്തർ രംഗത്തുണ്ട്. പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇനിയും താലിബാനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവിടെ പട്ടിണി വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി ജനം പട്ടിണിയിലേക്ക് നീങ്ങുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. അനുജ, അതിനിടെ PP ജെയിംസ്, പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ വീണ്ടും ഒരു സംയുക്ത നാവികാഭ്യാസത്തിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. റഷ്യ ചൈന സംയുക്ത നാവികാഭ്യാസം ഒരുപക്ഷെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുക എന്നതാണോ ഇവരുടെ ലക്ഷ്യം? കൂടാതെ റഷ്യൻ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ഉണ്ടല്ലോ. അനുജ, ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് നടത്തുന്നത്. ചൈനയുമായി കൂട്ടുചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചൈനയും സോവിയറ്റ് യൂണിയനും ഭരിക്കുന്ന കാലത്ത് പോലും ഇല്ലാത്ത അത്ര സൗഹൃദം ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന പോളിസിയാണ് അവർ പിന്തുടരുന്നത്. അമേരിക്കയുമായി ചൈന കൊമ്പ് കോർത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ റഷ്യയുമായി പുതിയ ചങ്ങാത്തം കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പസഫിക്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ വലിയ രീതിയിലുള്ള വ്യോമാഭ്യാസവും നാവികാഭ്യാസവും നടത്തിയിട്ടുള്ളത്. റഷ്യയുടെ 5 യുദ്ധക്കപ്പലുകളും ചൈനയുടെ 5 യുദ്ധക്കപ്പലുകളുമാണ് അതിൽ പങ്കെടുത്തത്. ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് ഒരുപക്ഷെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇവർ വ്യോമാഭ്യാസവും നാവികാഭ്യാസവും നടത്തുന്ന മേഖലയിലേക്ക് കടന്നു വന്നത്. 60 മീറ്റർ വ്യത്യാസത്തിൽ റഷ്യയുടെയും അമേരിക്കയുടെയും യുദ്ധക്കപ്പൽ നേർക്കുനേർ വന്നു. വലിയ സംഘർഷത്തിൻ്റെ വേദികളുണ്ടായി. എന്തായാലും അമേരിക്കയും ജപ്പാനും ബ്രിട്ടനും ജർമ്മനിയും ഫിലിപ്പീൻസും വിയറ്റ്നാമും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ചൈനയെ നേരിടുമ്പോൾ തന്നെ മറുഭാഗത്ത് വെസ്റ്റേൺ ഫ്രണ്ടിൽ, പസഫിക്കിൻ്റെ ഫ്രണ്ടിൽ റഷ്യയും ചൈനയും ഒന്നിക്കുന്നുവെന്ന വാർത്ത അമേരിക്കയ്ക്കുള്ള താക്കീത് കൂടിയാണ്. അമേരിക്കയ്ക്കും യൂറോപ്പിലെ സഖ്യകക്ഷികൾക്കുമുള്ള താക്കീതാണ്. എന്ന് മാത്രമല്ല വളരെ അപകടകാരിയായി മാറുന്നു പുടിൻ എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ യൂറോപ്പിൽ നിന്നും വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ 27 രാജ്യങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഇന്ധനക്ഷാമമുണ്ട്. ഇന്ധനം നൽകേണ്ടത് റഷ്യയിൽ നിന്നാണ്. റഷ്യ അതൊരു പൊളിറ്റിക്കൽ വെപ്പൺ, ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. യൂറോപ്പിൽ ഇന്ധനവില വലിയ രീതിയിൽ, ഗ്യാസിൻ്റെ വില കൂടിയിരിക്കുന്നു. റഷ്യ അത് വിട്ടുകൊടുക്കുന്നില്ല. റഷ്യ കൊടുക്കാതെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലെ പുടിൻ ഒരു ഭാഗത്ത് ആഭ്യന്തരമായി അലക്സി നവൽനിയെ പോലുള്ള തൻ്റെ എതിരാളികളെ മുഴുവൻ ഒതുക്കി ജയിലിൽ അടച്ചിരിക്കുന്നു. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷന് മത്സരിച്ചെങ്കിലും അവർ 2ാം സ്ഥാനത്താണ് എത്തിയത്. ഒരു തരത്തിലും ആഭ്യന്തരമായും പുറത്തും അമേരിക്കയെയും അതുപോലുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ വിറപ്പിക്കുന്ന തരത്തിലേക്ക് പുടിൻ ചൈനയുമായി കൂട്ടുകൂടിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ശാക്തിക ചേരികളിൽ മാറ്റമുണ്ടാക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ്. ജെയിംസ്, വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ വരുന്നു. മാലിയിലും യുഗാണ്ടയിലും ഭീകരാക്രമണം, നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഒപ്പം എത്യോപ്യയിൽ സർക്കാർ സേന വിമതർക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നു ടിഗ്രയിൽ എന്ന വിവരവും. അനുജ, ISനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന രാജ്യങ്ങൾ ഇറാഖും സിറിയയുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ IS ഖൊറസാൻ വന്നത്. ISന്റെ പുതിയ താവളങ്ങൾ ഇപ്പോൾ ആഫ്രിക്കയിലാണ്, പ്രത്യേകിച്ച് വെസ്റ്റ് ആഫ്രിക്കയിൽ സഹാറയുടെ അടുത്തുള്ള സഹേൽ രാജ്യങ്ങളിൽ. അതിൽ മാലിയുണ്ട്, നൈജറുണ്ട്, സെനഗലുണ്ട്, അതുപോലെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ ഫ്രഞ്ച് കോളനികളായിരുന്നു. ആംഗ്ലോഫോണിക് ആയിട്ടുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉഗാണ്ട അടക്കമുള്ള രാജ്യമുണ്ട്. ഇപ്പോൾ
ഈ മണിക്കൂറുകളിൽ നടന്ന സ്ഫോടനങ്ങളിൽ ഉഗാണ്ടയിലെ ഒരു ബാറിൽ IS നടത്തിയ സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അപ്പുറത്തും മാലിയിൽ 10 പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ വരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ISഉം ഇസ്ലാമിക് തീവ്രവാദികളും പിടിമുറുക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന എത്യോപ്യൻ സർക്കാരും അവിടുത്തെ പ്രാദേശിക ഭരണകൂടമായ TPLF, അവിടുത്തെ ടിഗ്രയിലെ വിമത സേനയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. അവിടെ ഇന്നും ഈ മണിക്കൂറുകളിലും വ്യോമാക്രമണം നടന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടു. ഐക്യരാഷ്ട്രസഭ തന്നെ ഇടപെട്ട് യുദ്ധം നിർത്തണമെന്ന് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദിനോട് ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കുന്നില്ല. മറുപക്ഷത്ത് ടിഗ്രേ വിമത സേനയും വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിൽ പട്ടിണിയും കോവിഡും മൂലം ആഫ്രിക്ക മുഴുവൻ ദുരിതത്തിലാവുമ്പോഴും യുദ്ധത്തിൻ്റെയും ഭീകരാക്രമണത്തിൻ്റെയും നിഴലിലാണ് ആഫ്രിക്ക. അനുജ, ശരി, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് PP ജെയിംസ്. കൂടുതൽ ലോകവാർത്തകളുമായി വീണ്ടും നാളെ കാണാം. ന്യൂസ് നൈറ്റ് അടുത്ത സെഗ്മെന്റിലേക്ക്. ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ഡിജിറ്റൽ പത്രവുമായി ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നു. ക്രിസ്റ്റീന, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ്. ഇന്ത്യ പാക് പോരാട്ടം പുരോഗമിക്കുകയാണ്. ഒരു മികച്ച ചിത്രത്തോടെ, ഒരു മികച്ച തലക്കെട്ടോടെ അത് പ്രധാന വാർത്തകൾ ഇടം നേടുമെന്ന് ഞാൻ കരുതുന്നു. 24 ഡിജിറ്റൽ പത്രത്തിൽ അത് എപ്രകാരമാണ്? അനുജ, നാളെ അത്തരം ഒരു വാർത്ത പ്രധാന വാർത്തകളിൽ ഇടം നേടും. പക്ഷേ മത്സരത്തിൻ്റെ ഫലം വന്നിട്ടില്ലാത്തതിനോട് നമ്മളത് പത്രത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാന വാർത്തയായി നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പേരൂർക്കട ദത്ത് നൽകൽ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് സർക്കാർ ഏറ്റെടുത്ത നടപടികളാണ്. CWC ജനറൽ സെക്രട്ടറി ഷിജു ഖാനെ വിളിച്ചു വരുത്തിയതും അതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കലും തുടർന്നുള്ള വാർത്തകളും, അതുപോലെ തന്നെ ഷിജു ഖാനെ ഈ പദവിയിൽ നിന്ന് മാറ്റാനുള്ള ഒരു സാധ്യത, അതേപോലെ തന്നെ അനുപമയുടെ പിതാവായ ജയചന്ദ്രനെതിരെ വരാനിരിക്കുന്ന പാർട്ടി നടപടികൾക്കുള്ള സാധ്യത തുടങ്ങിയ വിശകലനങ്ങൾ ഉൾക്കൊണ്ടുകൊള്ളുന്ന ഒരു റിപ്പോർട്ടായിരിക്കും പേരൂർക്കട ദത്ത് നൽകൽ നടപടികളുമായി സർക്കാർ എന്ന തലക്കെട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, മുംബൈയിലെ ലഹരി പാർട്ടിയിൽ ഒത്തുതീർപ്പോ എന്ന ഒരു തലക്കെട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്ത. ഈ ലഹരി പാർട്ടി കേസിൽ സാക്ഷിയായ പ്രഭാകർ സെയിലിന്റെ ഇന്ന് വന്ന വെളിപ്പെടുത്തലാണ്. ഷാരൂഖ് ഖാനിൽ നിന്ന് കോടികൾ വാങ്ങിക്കൊണ്ട് ഈ കേസിൽ ഒത്തുതീർപ്പായി റെയ്ഡ് നടന്ന ദിവസം ആര്യൻ ഖാനെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു. NCBയുടെ സോണൽ ഡയറക്ടറായിരുന്ന സമീർ വാങ്കഡെ 8 കോടി രൂപ കൈപ്പറ്റി തുടങ്ങിയ വെളിപ്പെടുത്തലുകൾ ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മഴ കനക്കും, ജാഗ്രത വേണം എന്ന തലക്കെട്ടിൽ വരുന്ന വാർത്തയാണ്. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ കാലവർഷം പിൻവാങ്ങുകയും തുലാവർഷം കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത 48 മണിക്കൂറിൽ മഴ ശക്തമാകും കേരളത്തിൽ എന്ന മുന്നറിയിപ്പ് ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ജമ്മു കാശ്മീരിലുണ്ടായ മഞ്ഞുവീഴ്ചയാണ്. ദ്രാസിൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായി. ഇതേ തുടർന്ന് ദ്രാസിലെത്തിയ മലയാളികൾ അടക്കമുള്ള സംഘം അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട്ടുകാരനായ മനു റഹ്മാനും സംഘവും ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസിനുള്ളിലുള്ള ഒറ്റമുറി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതടക്കമുള്ള റിപ്പോർട്ടുകൾ ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2 പൊതുതാൽപര്യ ഹർജികളാണ് നാളെ സുപ്രീം കോടതിയിൽ എത്തുന്നത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പാട്ടക്കരാർ റദ്ദാക്കണമെന്ന ഒരു ഹർജിയും, അതേപോലെ തന്നെ മേൽനോട്ട സമിതിയുടെ ചുമതലകൾ അവർ നന്നായി നിർവഹിക്കുന്നില്ല എന്ന മറ്റൊരു ഹർജിയും സുപ്രീം കോടതി നാളെ പരിഗണിക്കും. അതേപോലെ തന്നെ കൂടുതൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കൂടുതൽ ജലം കൊണ്ടുപോകണമെന്ന് തമിഴ്നാടിന് കത്തയച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ 2 വാർത്തകളും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇന്നത്തെ മൻ കി ബാത്തിൽ ആരോഗ്യ പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു എന്ന വാർത്തയാണ്. 100 കോടി ഡോസ് വാക്സിൻ എന്ന നേട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് നിർലോഭം അഭിനന്ദനം ചൊരിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി. അതോടൊപ്പം തന്നെ ഒക്ടോബർ 31 ഏകതാ ദിനമായി ആചരിക്കാനുള്ള തീരുമാനവും ഇന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പുറത്തുവിട്ടിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ദിനമായ അന്ന് രാജ്യം ഏകതാ ദിനമായി ആചരിക്കും. മറ്റൊന്ന്, മോൻസൺ മാവുങ്കലിനെതിരായ ഒരു പുതിയ ആരോപണം ഇന്ന് പുറത്തു വന്നതാണ്. MT ഷമീർ എന്ന് പറയുന്ന പഴയ പരാതിക്കാരൻ തന്നെയാണ് ജയിലിൽ മോൻസൺ മാവുങ്കൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോൺ ഉപയോഗിച്ച് പലരെയും വിളിക്കുന്നുണ്ട്. കേസ് ഒതുക്കാനുള്ള സാധ്യതകൾ നടക്കുന്നുണ്ട് എന്ന പുതിയ പരാതിയുമായി വന്നത്. ഇതോടൊപ്പം തന്നെ വാഴക്കാലിൽ ഇന്ന് നടന്ന റെയ്ഡിൽ തിമിംഗലത്തിന്റെ എല്ലുകളെന്ന് തോന്നിക്കുന്ന അസ്ഥികൾ ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം സമഗ്രമായി ഈ വാർത്തയിൽ ഉൾക്കൊള്ളും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി മറ്റു പേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, സംസ്ഥാനത്ത് റെക്കോർഡിട്ട പെട്രോൾ വില ലിറ്ററിന് 110 രൂപ കടന്നു എന്ന വാർത്തയാണ്. പാറശാലയിലും ഇടുക്കി ജില്ലയിലെ പൂപ്പാറയിലും പെട്രോൾ ലിറ്ററിന് 110 രൂപ കടന്നു. തുടർന്നുണ്ടായ എല്ലാ മാറ്റങ്ങളും ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഡോളർ കടത്തിൽ അന്വേഷണം തുടരുന്നു എന്ന കസ്റ്റംസ്
നൽകിയ വാർത്തയാണ്. ഡോളർ കടത്തിൽ മുൻ മന്ത്രിമാർക്കെതിരായ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിയമവിരുദ്ധമായ പല കാര്യങ്ങളും കോൺസുലേറ്റുമായി ചേർന്ന് നടത്തി എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ കുറ്റപത്രത്തിൽ പറയുന്ന വിശദമായ കാര്യങ്ങളെല്ലാം ഈ വാർത്തയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ജമ്മുകാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണം. നിലപാട് ഘടിപ്പിച്ച് ബിപിൻ റാവത്ത് എന്ന വാർത്തയാണ്. ജമ്മുകാശ്മീരിൽ ഇന്നുണ്ടായ ഭീകരാക്രമണത്തിൽ പൂഞ്ചിൽ 2 സൈനികർക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ നിലപാട് വളരെ കർശനമാക്കിയിരിക്കുകയാണ് സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത്. പാകിസ്ഥാന് താക്കീത് നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഏറെ കാലമായി കാത്തിരുന്ന KSRTCയിലെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി 27-ാം തീയതി ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ധനമന്ത്രി, ഗതാഗത മന്ത്രി എല്ലാവരും ഉൾപ്പെടുന്ന ഒരു യോഗമാണിത്. ഈ യോഗത്തിൽ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമെന്ന് KSRTC ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഷുഹൈബ് വധക്കേസ് പ്രതിക്ക് വാഹനാപകടത്തിൽ പരിക്ക് എന്ന വാർത്തയാണ്. ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തിലങ്കേരി കൂത്തുപറമ്പിനടുത്തുള്ള നീർവേലിയിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റു. സ്വകാര്യ ആശുപത്രിയിൽ സുഹൃത്തുക്കളും ഇയാളും പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഡൽഹിയിൽ 6 വയസ്സുകാരിയായ കുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതി ഹരിയാനയിലെ റോത്തക്കിൽ നിന്ന് പിടിയിലായി എന്ന വാർത്തയും നാളെ നമ്മൾ മറ്റു പേജുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, റോഡ് തകർന്നു, പാൽച്ചുരം അപകടാവസ്ഥയിൽ എന്ന വാർത്തയാണ്. വയനാട്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാൽച്ചുരം റോഡ് തകർന്നത് മൂലം അപകടാവസ്ഥയിലാണ്. റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സമഗ്രമായ റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിലെല്ലാം ഉപരി ഇന്നത്തെ 2020 മാച്ചിന്റെ മത്സരഫലവും നാളത്തെ പത്രത്തിൽ പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. മത്സരഫലം വരാത്തത് കൊണ്ട് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അനുജ, ശരി, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ക്രിസ്റ്റി. താങ്ക് യു. ന്യൂസ് നൈറ്റിലേക്ക് വീണ്ടും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അടുത്ത സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക്, കുറ്റവും ശിക്ഷയും. വിദേശ കറൻസി കടത്തിൽ സംസ്ഥാനത്തെ മുൻ മന്ത്രിമാർക്കെതിരെ അന്വേഷണം തുടരുകയാണെന്ന് കസ്റ്റംസ് ആക്ട് ലംഘിച്ച് UAE കോൺസുലേറ്റുമായി ചേർന്ന് ചില മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയെന്ന കണ്ടെത്തലിലാണ് നടപടി. പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയും കോൺസൽ ജനറലും അനേകം തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും നയതന്ത്ര പരിരക്ഷയുടെ മറവിൽ കോൺസൽ ജനറൽ പലതവണ കള്ളക്കടത്ത് നടത്തിയതായും കുറ്റപത്രം വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്തു കേസിലെ കുറ്റപത്രത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേരില്ലെങ്കിലും അവർക്കെതിരായ അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. വിദേശ കറൻസി കടത്തിയതുമായി ബന്ധപ്പെട്ട് മുൻ സംസ്ഥാന മന്ത്രിമാർക്കെതിരെ അന്വേഷണം തുടരുന്നതായി കസ്റ്റംസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. OR നമ്പർ 13 എന്ന നമ്പറിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കസ്റ്റംസ് ആക്ട് ലംഘിച്ച് UAE കോൺസുലേറ്റുമായി ചേർന്ന് ചില മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിയമവിരുദ്ധ ഇടപാടുകൾ നടത്തിയതായും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു. സരിത്ത്, സ്വപ്ന എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും കുറ്റപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയും കോൺസുൽ ജനറലും നിരവധി പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തിയെന്നും സ്വപ്നയുടെ ആവശ്യപ്രകാരം M ശിവശങ്കറാണ് സഹായം ചെയ്തതെന്നും കസ്റ്റംസ് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിലൂടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടതായും കുറ്റപത്രം ആരോപിക്കുന്നു. നയതന്ത്ര പരിരക്ഷയുടെ മറവിൽ കോൺസുൽ ജനറൽ പലതവണ കള്ളക്കടത്ത് നടത്തി. നയതന്ത്ര പരിരക്ഷ ഇല്ലാത്തവർക്ക് പോലും സംസ്ഥാന സർക്കാർ ഡിപ്ലോമാറ്റിക് ID നൽകിയതിനെ തുടർന്ന് വിമാനത്താവളങ്ങളിൽ ഇവ ദുരുപയോഗം ചെയ്യപ്പെട്ടതായും കുറ്റപത്രം അടിവരയിടുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.